കെ.എസ്.ആർ.ടി.സിയുടെ കെട്ടിടങ്ങൾ മറ്റ് സംഘടനകൾ, വ്യക്തികൾ ഒക്കെ ഉപയോഗിക്കുന്നത് പല സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ ഇത്തരത്തെ കാര്യങ്ങളെക്കുറിച്ച് വിവരാവകാശത്തിലൂടെയും അല്ലാതെയും അന്വേഷിച്ച് അതിന് പൊതുജന സമൂഹത്തിൽ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം വെൽഫെയർ അസോസിയേഷനുണ്ട്. അപ്പോൾ ഞാനതിന് മുന്നോടിയായിട്ട് നിങ്ങളോടൊരു കാര്യം പറയാം. ആലപ്പുഴയിൽ വികസന സമിതി എന്ന് പറയുന്നൊരു കെട്ടിടമുണ്ട്. ആലപ്പുഴ വികസന സമിതി, എനിക്ക് തോന്നുന്നു അവിടുത്തെ MLAയോ പ്രമുഖ വ്യക്തികളോ ആരൊക്കെയാണ് ഈ വികസന സമിതി അംഗങ്ങൾ. പക്ഷേ അവർക്ക് ആർക്കും ഇതിനോട് യാതൊരു വിധത്തിലുള്ള അറിവോ ഇതിൻ്റെ കണക്ക് ഓഡിറ്റ് ചെയ്യുന്നുണ്ടോ ഇതൊന്നും എനിക്കറിയില്ല. ഏതായാലും ആലപ്പുഴയിലെ MP ഫണ്ടോ MLA ഫണ്ടോ ഉപയോഗിച്ചുകൊണ്ട് KSRTCയുടെ സ്ഥലത്ത് KSRTCയുടെ വികസനത്തിനും KSRTCയുടെ ആവശ്യങ്ങൾക്കുമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കെട്ടിടം. ആ കെട്ടിടത്തെക്കുറിച്ച് ഞാൻ KSRTCയിൽ ഒരു വിവരാവകാശം വെൽഫെയർ അസോസിയേഷൻ്റെ ഒരു പ്രവർത്തകൻ മുഖേന വയ്ക്കുകയുണ്ടായി. ആ വിവരാവകാശത്തിലെ ചോദ്യം ഇതായിരുന്നു: ആലപ്പുഴ ഡിപ്പോയിലെ കംഫർട്ട് സ്റ്റേഷൻ, ഡോർമെറ്ററി ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ പരസ്യമായി ലേലം ചെയ്ത് ഓരോ വർഷവും ടെൻഡറോ ലേലമോ വിളിച്ചാണോ കൊടുക്കുന്നത്? നാളിതുവരെ കരാർ ഉറപ്പിച്ച് നൽകിയിട്ടുണ്ടോ എന്നതിൻ്റെ വിവരം. ഇതിന് കോർപ്പറേഷൻ ഒരു രസകരമായ മറുപടിയാണ് നൽകിയിട്ടുള്ളത്. അത് അവിടെ ഞാൻ ഇതിൻ്റെ വിശദാംശങ്ങൾ എനിക്കറിയാവുന്നത് ഞാൻ നിങ്ങളോട് പറയാം. അപേക്ഷയിൽ സൂചിപ്പിച്ചിരിക്കുന്ന കെട്ടിടങ്ങൾക്ക് ഓഫീസിലെ എസ്റ്റേറ്റ് സെക്ഷൻ മുഖാന്തരം ലേല ടെൻഡർ നടപടികൾ നടത്തിയിട്ടില്ല. അതായത് നിലവിൽ ആലപ്പുഴ നമ്മൾ ഡിപ്പോയിൽ ചെല്ലുമ്പോൾ അവിടെ കാണുന്ന കംഫർട്ട് സ്റ്റേഷനും അവിടുത്തെ ഡോർമെറ്ററി, പിന്നെ ഒരു സ്റ്റോർ റൂം, പിന്നെ മുകളിൽ മറ്റ് ഒരു ഹാള് പോലത്തെ സൗകര്യമുണ്ട്. അപ്പോൾ ഈ കെട്ടിടം MP ഫണ്ടോ MLA ഫണ്ടോ ആണെന്ന് ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല കേട്ടോ. അവിടെ KSRTCക്ക് വേണ്ടി പണിത് തന്നിരിക്കുന്ന കെട്ടിടമാണ്. അപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ഗണേഷ് കുമാർ KSRTCയിലെ വരുമാന ചോർച്ചയെക്കുറിച്ചും KSRTCയുടെ സ്ഥലങ്ങളും കെട്ടിടങ്ങളും കയ്യേറി അനധികൃതമായി സംഘടനകളും മറ്റു വ്യക്തികളും KSRTCയെ ചൂഷണം ചെയ്യുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും പൊതുജന സമക്ഷം ഇത് കൊണ്ടുവരാനും വേണ്ടിയാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ ഈ കെട്ടിടം കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കംഫർട്ട് സ്റ്റേഷൻ്റെ വാടക ആർക്ക് കിട്ടുന്നു? ഇതാരാണ് നടത്തുന്നത്? അവിടെ ഡോർമെറ്ററിയുടെ റെൻറ്റ് എങ്ങനെയാണ് പോകുന്നത്? വികസന സമിതി ഇത് ഓഡിറ്റ് ചെയ്യുന്നുണ്ടോ? KSRTCക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടോ? KSRTC ഏതൊക്കെയാണ് വിവരാവകാശ പ്രകാരം പറഞ്ഞിരിക്കുകയാണ്. ഇതിൽ യാതൊരു വിധത്തിലുള്ള മെച്ചവും അറിവ് പോലുമില്ല. ആലപ്പുഴ ഡിപ്പോയ്ക്കുള്ളിൽ ഇത്തരമൊരു കെട്ടിടമുണ്ടോ എന്നോ, ഈ കെട്ടിടം ലേലം ചെയ്തിട്ടുണ്ടോ എന്നോ, ഈ കെട്ടിടത്തിൽ ആരൊക്കെ എന്തൊക്കെ വ്യാപാരങ്ങൾ നടത്തുന്നു എന്നോ KSRTCക്ക് അറിവില്ല. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഇതേ കെട്ടിടം തന്നെ ചേർത്തലയിലുമുണ്ട്. എനിക്ക് തോന്നുന്നു VM സുധീരൻ അവർ MP ആയിട്ടിരുന്നപ്പോഴുള്ള ഫണ്ട് ഉപയോഗിച്ചാണ് ചേർത്തലയിലേന്ന് എനിക്കൊരു സംശയമുണ്ട്. ഏതായാലും ചേർത്തലയിലും KSRTCയിലെ പ്രമുഖ യൂണിയനുകൾ, അതായത് അസോസിയേഷനും INTUCയും ചേർന്നുകൊണ്ടുള്ള ഒരു കമ്മിറ്റിയാണെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു വിവരം. ഇനി ബാക്കിയുള്ളത് എനിക്ക് ലഭ്യമല്ല കേട്ടോ. ഏതായാലും ഈ കാര്യം വാസ്തവമാണ്. ഇതിൻ്റെ കംഫർട്ട് സ്റ്റേഷൻ നടത്തിയപ്പോൾ ഈ ഒരു ബിൽഡിങ് KSRTCയുടെ കെട്ടിടത്തിൽ നാളിതുവരെ ആയിട്ടിരിക്കുകയാണ്. കൊല്ലങ്ങളായി ഇരിക്കുന്ന ഈ കെട്ടിടം, ഇതിൻ്റെ വരുമാനം എവിടെ പോയി? ഇതാരൊക്കെയാണ് ഇതിൻ്റെ വരുമാനം എടുക്കുന്നത്? ഇതാർക്കാണ് ഇതുകൊണ്ടുള്ള മെച്ചം? ഈ കെട്ടിടം KSRTCയുടെ സ്ഥലം ദുരുപയോഗം ചെയ്തിട്ട് ഒരു രൂപ പോലും KSRTCക്ക് വാടക നൽകാതെ, KSRTCക്ക് വരുമാനമില്ലാതെ എന്തിന് സർക്കാർ സംവിധാനം ഉപയോഗിച്ച് പണിത ഒരു കെട്ടിടം സ്വകാര്യ സംഘടനയുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു? ഇതിൻ്റെ കണക്ക് ഓഡിറ്റ് ചെയ്യാതെ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു? എല്ലാ കാര്യങ്ങൾക്കും KSRTC ജീവനക്കാർക്ക് മേൽ കുതിര കയറുന്ന KSRTCയിലെ ട്രേഡ് യൂണിയനുകൾ കൊള്ളലാഭം കൊയ്യുന്ന ഈ രണ്ട് കെട്ടിടങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി വിശദമായി അന്വേഷിക്കുമെന്നും ഇതിൻ്റെ വരുമാനം എങ്ങോട്ട് പോയി എന്നുള്ളതിനെക്കുറിച്ച് കൃത്യത വരുത്തുമെന്നും ഞാൻ കരുതുന്നു. കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഈ കെട്ടിടം ഇത് മാത്രമല്ല, വിവിധ സ്ഥലങ്ങളിലുണ്ട്. ഞാൻ വഴിയെ വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ പുറത്തുവിടാം. ആലപ്പുഴ വികസന സമിതിയുടെ പേരിൽ അവിടെ നടത്തപ്പെടുന്ന കൊള്ള അടിയന്തരമായി അവസാനിപ്പിക്കുവാൻ മേൽ നടപടി ബഹുമാനപ്പെട്ട മന്ത്രി സ്വീകരിക്കണം എന്ന് ഞാൻ അറിയിക്കുകയാണ്. Thank you.